ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. 24 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ. ചടങ്ങ് ഡോൾബി തിയേറ്ററുകളിൽ നടക്കുകയാണ്. ശ്രീജേഷ് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജേഷ്, നിലവിൽ എത്ര വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്? ആരൊക്കെയാണ് ഈ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചത്? വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ ഇപ്പോൾ 98ാമത് ഓസ്കാർ അവാർഡ് തന്നെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 8 വിഭാഗങ്ങളിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 വിഭാഗങ്ങളിലെ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ 2 അവാർഡുകൾ വീതം ഫ്രാങ്കൻസ്റ്റീനും അതുപോലെ തന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഈ 2 ചിത്രങ്ങൾ 2 അവാർഡ് വീതം ഇതുവരെ നേടിയിട്ടുണ്ട്. മികച്ച വസ്ത്രാലങ്കാരം അതുപോലെ തന്നെ മികച്ച മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് വിഭാഗങ്ങളിലാണ് ഫ്രാങ്കൻസ്റ്റീൻ എന്ന ചിത്രം പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച കാസ്റ്റിംഗ്, മികച്ച സഹനടൻ എന്നീ വിഭാഗങ്ങളിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രവും പുരസ്കാരം നേടിയിട്ടുണ്ട്. മറ്റ് അവാർഡ് വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 2 അവാർഡുകൾ നേടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് മികച്ച സഹനടനുള്ള അവാർഡാണ്. ഷോൺ പെൻ ആണ് ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച സഹനടനുള്ള അവാർഡ് നേടിയിരിക്കുന്നത്. മികച്ച സഹനടിക്കുള്ള അവാർഡ് വെപ്പൺസ് എന്ന ചിത്രത്തിലെ അസാമാന്യ പ്രകടനത്തിലൂടെ എയ്മി മാഡിഗനും സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി കെ പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിമായി ദ ഗേൾ ഹു ക്രൈഡ് പേഴ്സും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഏവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സിന്നേഴ്സ് എന്ന സിനിമയിലേക്കാണ്. കാരണം ഓസ്കാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടൊരു ചിത്രം 16 നോമിനേഷനുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ 16 നോമിനേഷനുകളിൽ എത്ര അവാർഡ് സിന്നേഴ്സ് സ്വന്തമാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സിംഗേഴ്സ് എന്ന സിനിമയ്ക്ക് മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്ന മികച്ച നടൻ, മികച്ച നടി, അതുപോലെ തന്നെ മികച്ച സംവിധായകൻ, മികച്ച സിനിമ എന്നീ ചിത്രങ്ങൾക്കുള്ള അവാർഡാണ്. മികച്ച നടനുള്ള വിഭാഗത്തിൽ 5 പേരാണ് മത്സരിക്കുന്നത്. മാർട്ടി സുപ്രീം എന്ന സിനിമയിലൂടെ തിമോത്തി ഷാലമി നോമിനേഷനിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലൂടെ ലിയാനോ ഡിക്കാപ്രിയോയും ബ്ലൂ മൂൺ എന്ന ചിത്രത്തിലൂടെ ഈതൻ ഹോക്കും നോമിനേഷനിലുണ്ട്. മൈക്കിൾ ബി ജോർദാൻ അതുപോലെ തന്നെ വാഗ്നെ മോറ എന്നിവരാണ് ഈ നോമിനേഷനിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റ് 2 പേര്. മികച്ച നടിയിലേക്ക് വരികയാണെങ്കിൽ ജെസി ബക്ലി, റോസ്മാൻ, കെറ്റ് ഹഡ്സൺ, എമ്മ സ്റ്റോൺ, റിനാഡ റൈൻസോ എന്നിവരാണ് ഈ വിഭാഗത്തിൽ മത്സരിക്കുന്നത്. ഈ പുരസ്കാരങ്ങൾ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ആര്യ, തീർച്ചയായും എന്തായാലും പുരസ്കാര പ്രഖ്യാപനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച നടൻ, നടി എന്നിവർക്കുള്ള പുരസ്കാരത്തിന് വേണ്ടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം അത് ആരെന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും തന്നെ ഉള്ളത്. എന്തായാലും നോമിനേഷനുകളെല്ലാം എത്തിയിട്ടുണ്ട്. അല്പം വൈകാതെ തന്നെ ആ ഒരു വിവരങ്ങൾ കൂടി നമ്മളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായും ആര്യ, 8 മണിയോടുകൂടി മികച്ച നടൻ, അതായത് ഈ പുരസ്കാരത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളായി മികച്ച നടൻ, നടി, സംവിധായകൻ, ബെസ്റ്റ് സിനിമ എന്നീ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച നടൻ വിഭാഗത്തിൽ കനത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കാരണം മാർട്ടി സുപ്രീം എന്ന ചിത്രത്തിന് വലിയ പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിമോത്തി ഷാലമി, അദ്ദേഹം 3 വട്ടം, ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് അദ്ദേഹം ഈ നോമിനേഷനിൽ വരുന്നത്. ഈ 3ാമത്തെ നോമിനേഷനിലൂടെ അദ്ദേഹം ആദ്യ ഓസ്കാർ സ്വന്തമാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലൂടെ ലിയാനോ ഡിക്കാപ്രിയോ തൻ്റെ 2ാമത്തെ ഓസ്കാർ നേടുമോ എന്നും എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എമ്മ സ്റ്റോണിൻ്റെ പ്രകടനമാണ്. എമ്മ സ്റ്റോൺ ബുഗോണി എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് വലിയ പ്രേക്ഷക കയ്യടി നേടിയിരുന്നു. എമ്മ സ്റ്റോൺ ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടുമെന്ന് തന്നെയാണ് പ്രവചനങ്ങളടക്കം ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കൂടി ഉടൻ അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരി, എന്തായാലും നോക്കാം. വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് കൂടി നമുക്ക് എത്താൻ കഴിയും. മികച്ച നടൻ, നടി എന്നിവർ ആര് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. നിലവിൽ ഈ പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളൊക്കെ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. മികച്ച വസ്ത്രാലങ്കാരം, അത്തരത്തിലുള്ള പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഈ ബാക്കിയുള്ള വിഭാഗങ്ങളിൽ കൂടിയുള്ള അവാർഡ് വിവരങ്ങൾ കൂടി നമ്മളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.